അബ് കി ബാർ 400 പാർ. ഇത്തവണ 400-ലധികം സീറ്റുമായി മോദി സർക്കാർ. ബി.ജെ.പിയും നരേന്ദ്രമോദിയും ആവർത്തിച്ച് പറയുന്നു. ഓരോ സംസ്ഥാനത്തും ഓരോ തന്ത്രം. അതാണ് മോദി ശൈലി. 2 മാസത്തിനിടെ 4ാം തവണ പ്രധാനമന്ത്രി കേരളത്തിലെത്തുമ്പോൾ അത് തെക്കേ ഇന്ത്യയിൽ കളം പിടിക്കുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമാണ്. രണ്ടായിരത്തി 14 മുതൽ കേരളത്തിൽ കോൺഗ്രസിനെ തകർത്ത് മുന്നോട്ട് വരാനുള്ള നീക്കം നരേന്ദ്രമോദി നടത്തുന്നുണ്ട്. എന്നാൽ കാര്യമായ പുരോഗതി അക്കാര്യത്തിൽ ഉണ്ടായില്ല. ഇടയ്ക്ക് CPM വോട്ട് ബാങ്കിൽ വിള്ളൽ വരുത്താനുള്ള ശ്രമങ്ങളും ഉണ്ടായി. BDJS എന്ന പാർട്ടിയുടെ രൂപീകരണത്തിലേക്ക് വരെ കാര്യങ്ങളെത്തി. പക്ഷേ ഫലമുണ്ടായില്ല. എന്നാൽ ഇത്തവണ മോദിയും BJPയും രണ്ടും കൽപ്പിച്ചാണ്. ഒരു കാലത്ത് കേരളത്തിലെ കോൺഗ്രസിനെ നിയന്ത്രിച്ചിരുന്ന മുഖ്യമന്ത്രിമാരായിരുന്ന AK ആന്റണിയുടെയും K കരുണാകരന്റെയും ഓരോ മക്കൾ ഇന്ന് BJPയിൽ. അനിൽ ആന്റണിയുടെയും പത്മജ വേണുഗോപാലിന്റെയും പാർട്ടി പ്രവേശനത്തിലൂടെ BJP മുന്നോട്ട് വയ്ക്കുന്ന സന്ദേശവും വ്യക്തം. കേരളത്തിൽ ഇത്തവണ BJP 2 അക്ക സീറ്റ് നേടും. പത്തനംതിട്ടയിലെ അനിൽ ആന്റണിയുടെ പ്രചാരണ യോഗത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു, ഇത്തവണ 400-ലധികം സീറ്റുകൾ വേണമെന്നും മോദി മലയാളത്തിൽ പ്രവർത്തകരോട് ആവശ്യപ്പെട്ടു. അഴിമതിക്കും കെടുകാര്യസ്ഥതയ്ക്കും പേരുകേട്ട സർക്കാരുകളാണ് ഇവിടെ മാറി മാറി വരുന്നത്. കേരളത്തിലെ റബ്ബർ കർഷകർ എത്രമാത്രം ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നു പോകുന്നത്. എന്നാൽ LDFും UDFും അതൊന്നും കണ്ടില്ലെന്ന് നടിക്കുന്നു. ഒരു വട്ടം LDF, അടുത്ത വട്ടം UDF എന്ന ചക്രം പൊളിക്കണം. ഇരു മുന്നണികളെയും കടന്നാക്രമിച്ചുകൊണ്ട് മോദി പറഞ്ഞു. RSSന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ശാഖകളുള്ള സംസ്ഥാനം. ജനസംഘത്തിന്റെ തുടക്കകാലം മുതൽ BJP കാലം വരെ ആ സംഘടനയ്ക്ക് പ്രവർത്തകരുള്ള സംസ്ഥാനം. എന്നിട്ടും O രാജഗോപാൽ എന്ന ഒറ്റ വിജയത്തിലൊതുങ്ങി BJPയുടെ കേരളത്തിലെ പ്രകടനം. കർണാടകയിൽ ശക്തമായ, തെലങ്കാനയിലും ആന്ധ്രയിലും തമിഴ്നാട്ടിലും പല തുരുത്തുകളിലും ചേക്കേറിയ BJPക്ക് കേരളം മാത്രമാണ് തെക്കേ ഇന്ത്യയിൽ ബാലികേറാമല. ഇവിടെ 2 അക്ക സീറ്റ് നേടാനായില്ലെങ്കിലും 2 സീറ്റെങ്കിലും നേടുക എന്നതാണ് BJP ദേശീയ നേതൃത്വത്തിന്റെ ലക്ഷ്യം. സംസ്ഥാന നേതാക്കളെ പോലും അറിയിക്കാതെ പല ചടുല നീക്കങ്ങളും നടത്തുന്നതും ഈ ലക്ഷ്യം മുന്നിൽ കണ്ടാണ്. ഇന്ത്യ സഖ്യം പ്രതീക്ഷ വയ്ക്കുന്ന തെക്കേ ഇന്ത്യ തന്നെയാണ് BJPയുടെയും ലക്ഷ്യം. ഒരു സമയത്ത് നരേന്ദ്രമോദി കേരളത്തിലോ തമിഴ്നാട്ടിലോ നിന്നും ലോക്സഭയിലേക്ക് മത്സരിക്കുമെന്ന് വരെ പ്രചാരണമുണ്ടായി. ഇത്തവണ BJP ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സംസ്ഥാനങ്ങളും തമിഴ്നാടും കേരളവുമാണ്. 400-ലധികം സീറ്റ് എന്ന ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ കേരളവും അതിപ്രധാനമാണ്. എല്ലാ സർവേകളിലും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകണമെന്ന് പറയുന്ന മലയാളികളെ കൊണ്ട് നരേന്ദ്രമോദി അത് മാറ്റിപ്പറയിക്കുമോ എന്ന് കണ്ടറിയാം.